പെരിയാർ നദിയിലെ കൂടിയ തോതിലുള്ള വിഷാംശമാണ് അടുത്തിടെയുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യക്കുരുതിക്ക് കാരണം. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിലെ 3 ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വലിയ തോതിൽ മുകൾ വശത്തു നിന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ കുറഞ്ഞ ജലം കൂടിയ അളവിൽ റെഗുലേറ്ററിന് താഴേക്ക് ഒഴുകിയതാണ് മത്സ്യനാശത്തിന് കാരണമായി കരുതുന്നത്. നദിയിലെ രാസമാലിന്യമല്ല, ജലത്തിൽ ഓക്സിജൻ ഗണ്യമായി കുറഞ്ഞതാണ് പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന വാദമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. PCBയുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ജലത്തിൽ സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും സാന്നിധ്യം കൂടിയതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസ് മുന്നോട്ട് വയ്ക്കുന്നു. എന്നുവെച്ചാൽ മത്സ്യക്കുരുതിക്ക് കാരണം വ്യവസായ മാലിന്യമാണെന്നാണ് കുഫോസ് പറഞ്ഞു വെക്കുന്നത്. ജൈവ മാലിന്യത്തിൽ നിന്ന് അമോണിയ വരാമെങ്കിലും സൾഫൈഡ് പൂർണ്ണമായും രാസമാലിന്യം തന്നെയാണ്. അതിനാൽ തന്നെ പെരിയാറിൽ വിഷം കലർത്തിയത് വ്യവസായ സ്ഥാപനങ്ങളാണെന്ന് തന്നെ പറയാൻ കഴിയും. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് തുടരെയുള്ള മത്സ്യക്കുരുതിക്ക് കാരണം. പെരിയാർ നദിയിൽ രാസമാലിന്യം കലർന്നപ്പോൾ മത്സ്യകർഷകർക്കുണ്ടായ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ്. എനിക്ക് ഏകദേശം ഇപ്പോൾ നിലവിൽ കണക്ക് കൂട്ടുമ്പോൾ മുടക്കിയ മുതലാണെങ്കിൽ ഒരു 7 ലക്ഷം രൂപയുടെ കുഞ്ഞ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു 7 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള അതിൻ്റെ തീറ്റയ്ക്കും ഉള്ള പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 14-15 ലക്ഷം രൂപ അടുത്ത് ചിലവ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പണിക്കാരനെ നിർത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി. അയാൾക്ക് മാസം ഒരു ശമ്പളമുണ്ട്, അതും ഒരു 5-6 മാസം ശമ്പളം അതും പോയിട്ടുണ്ട്. എല്ലാം കൂടി എനിക്കുള്ള നഷ്ടം വന്നേക്കണത് അതാണ്. പിന്നെ ഇത്ര നാളത്തെ ഒരു കാത്തിരിപ്പും കൂടിയാണുള്ളത്. 4 മാസത്തെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ചത്തേക്കണത്. അതിൻ്റെ ഒരു കാത്തിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടക്കണം മുതൽ കിട്ടണത് 12 മാസം 11 മാസം കഴിയുമ്പോഴേ അതിൻ്റെ മുടക്ക് മുതൽ നമുക്ക് കിട്ടി തുടങ്ങണത്. ആ ഒരു കാത്തിരിപ്പാണ് നമുക്ക് മെയിനായിട്ട് ഇത് പറയാനുള്ളത് കൃഷിയിൽ. പെരിയാർ നദിയിൽ നിന്ന് പരിശോധനയ്ക്കായി ജലമെടുത്തതിൽ പോലും PCB സത്യസന്ധത പുലർത്തിയില്ലെന്ന ആരോപണവും ഉയരുന്നു. അവിടെ വിഷം കലങ്ങി 5:30ക്കാണ് അവിടെ നിന്ന് തുറന്നു വിട്ടത്. ഇവിടുത്തെ 8 മണിയായി. 2-3 മണിക്കൂറിനുള്ളിൽ 11 കിലോമീറ്റർ വെള്ളം സഞ്ചരിച്ചു. ഇവർ പിറ്റേ ദിവസം ടെസ്റ്റ് എടുക്കാൻ വന്നത് വെള്ളമാണ് ഇപ്പം ഇവിടെ കളർന്ന പോയിസൺ ആ സെക്കൻഡിൽ അവിടെ ഉണ്ടാവില്ല. ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കണേ. പിറ്റേ ദിവസം ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിസൾട്ട് കിട്ടും? ഒരു സാമാന്യ ബുദ്ധിക്ക് ചോദിക്കും. മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മത്സരമായിട്ടുള്ള ഞാൻ ചോദിക്കുന്ന ചോദ്യവും വിഷം കലങ്ങി ഒരു പോയിന്റിനകത്ത് നിന്ന് ഓരോ സെക്കൻഡിൽ ഒഴുകിക്കൊണ്ടിരിക്കണേ. 12 കിലോമീറ്റർ സഞ്ചരിച്ചു. 9 മണിയായപ്പോഴത്തേക്ക് ചത്തു പൊന്തി. ഇത് പോണ വഴിക്കെല്ലാം തട്ടിക്കൊണ്ട് പോണേ. അപ്പം അവിടെ പിറ്റേ ദിവസം വന്ന് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിസൾട്ട് കിട്ടും? ആ റിസൾട്ട് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നടക്കുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ. ആരും പൊട്ടന്മാരാക്കണേ. എന്നിട്ട് അവിടെ ഉപ്പുളത്തിൽ നന്മളം കളർ ഞങ്ങൾ കാണിച്ചു തരാം. ഉപ്പുളത്തിൽ നന്മളം കളർന്ന മീനൊന്നും ചാവില്ല. മനസ്സിലായി? ഇത് സകലതും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം അമോണിയ ഇപ്പം 3.75 അങ്ങനത്തെ റിപ്പോർട്ടിൽ വന്നേക്കണേന്ന് പറഞ്ഞു. ഇത് വലിയൊരു സ്ഥലത്ത് പെർട്ടിക്കുലർ പോയിന്റിലുള്ള 3.7 അമോണിയ ഒരു വലിയൊരു പെരിയാറിലേക്ക് കലങ്ങി പോകുമ്പോൾ അപ്പം ഡിസോൾവ് ആയി പോകും. വിഷമാലിന്യം നിറഞ്ഞ പെരിയാറിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചതിൽ പോലും കുറ്റകരമായ അനാസ്ഥയാണുള്ളത്. ഈ മാസം 20-ന് പെരിയാറിൽ രാസമാലിന്യം കലർന്നതായി വിവരം നൽകിയിട്ടും സാമ്പിളുകൾ ശേഖരിച്ചത് 21-ാം തീയതിയാണ്. 20-ാം തീയതിയിലുണ്ടായ സംഭവം പെരിയാറിൽ മലിനീകരണം സംഭവിക്കുന്നു എന്ന്, അതായത് പെരിയാറിലേക്ക് ബണ്ടിന് മുകളിൽ നിന്ന് 3-4 കമ്പനികളിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ അവിടെ ചെന്ന് നോക്കുമ്പോൾ മത്സ്യങ്ങൾ ചാകുന്നു. അവിടെ മുഴുവൻ രാസപദാർത്ഥങ്ങളുടെ രൂക്ഷമായിട്ടുള്ള ഗന്ധം, അമോണിയയുടെ അടക്കം രൂക്ഷമായിട്ടുള്ള ഗന്ധം. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. വരണില്ല. വരാത്തതുകൊണ്ട് മഴയത്ത് നമ്മുടെ പ്രവർത്തകർ വഞ്ചിയിൽ നിന്ന് കയറി പൊല്യൂഷൻ കൺട്രോൾ ചെന്ന് പറയുന്നു. എന്നിട്ടും വന്നില്ല. അപ്പോൾ അന്നേരത്ത് വന്ന് അവർ സാമ്പിൾ എടുത്തേച്ചെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു വിഷം ഒഴുക്കിയിട്ടുണ്ടെന്നും. അതേ സമയത്ത് തന്നെ ബണ്ടിന് മുകളിൽ നിന്നും എടുത്തേച്ചെങ്കിൽ അവർക്കറിയാൻ പറ്റും ഇത് പുറത്തേക്ക് ഒഴുകാൻ പറ്റാത്ത രീതിയിലുള്ള കോക്ടെയിൽ വിഷമാണെന്നും പുറത്തേക്ക് ഒഴുക്കിയാൽ അല്ലെങ്കിൽ താഴേക്ക് ഒഴുക്കിയാൽ മത്സ്യങ്ങൾ ചാകുമെന്ന് കണ്ടെത്താമായിരുന്നു. അപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഈ മത്സ്യക്കുരുതി. ഞങ്ങളതിനെ ആസൂത്രിത ഗൂഢാലോചന എന്ന് ഞങ്ങൾ പറയും. പെരിയാറിലെ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു വരാൻ ഇനി ഏറെ നാളെടുക്കും. എൻ്റെ മാത്രമല്ല, ഈ ഒരു ഭാഗത്തുള്ള എല്ലാവരെയും, കാരണം ഏലൂരിൽ നിന്ന് അടുത്ത താഴത്തോട്ടുള്ള മൊത്തം കർഷകരുടെയും ഈ മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാവരുടെയും പണിയും പോയി. ഇത് പ്രതീക്ഷിച്ച് ഇപ്പം ഞാനൊക്കെ കറക്റ്റ് ഭാഗമായിട്ട് ഈ ട്രോളിങ് നിരോധനത്തിൻ്റെ സമയത്ത് കൊടുക്കാൻ പോയ കംപ്ലീറ്റ് 7 കൂടാണ് എനിക്കുള്ളത്. 7ലും മീൻ നിറഞ്ഞിടക്കിയിരുന്നു. ആ കംപ്ലീറ്റ് മീനും പോയി. നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം രാത്രി വന്നുകൊണ്ട്
ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, നമുക്കൊരു ആളെ പോലും സഹായത്തിന് വിളിക്കാനാ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരെയും ഒരാളുടെ പോലും അവശേഷിക്കാണ്ട് പുഴയിൽ കൂട്ടിൽ കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് ഒരു 3-4 ഈ ഒരു ആവാസ വ്യവസ്ഥ ഇനി തിരിച്ചു വരാനായിട്ട് കുറേ ടൈം എടുക്കും. കാരണം അത് ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരു വർഷക്കാലമെങ്കിലും എടുക്കും ഈ ഒരു പഴയ ഒരു ആവാസ വ്യവസ്ഥയിൽ തിരിച്ചു വരാൻ. കർഷകർക്ക് ഇതുവരെയും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ നമുക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മാത്രമാണ് ഇപ്പം നിലവിൽ പറഞ്ഞേക്കുന്നത്. അത് ഏത് രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകലാണെന്നുള്ളത് നമുക്ക് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവർ ഇതിനകത്തൊരു ഇത്ര ക്വാണ്ടിറ്റി മീൻ ഉള്ളത് എന്നുള്ള ഇവർക്കൊരു കണക്കുണ്ട്. ആ കണക്കിലുള്ള നഷ്ടപരിഹാരം ഒരിക്കലും ചിലപ്പോൾ അവർ ഉദ്ദേശിക്കണത് എങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങൾ മാസങ്ങൾ കൊണ്ട് തങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത മത്സ്യങ്ങളെല്ലാം ഒരു രാത്രിയിൽ ഇല്ലാതായപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ പല കർഷകർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും മീൻ ഇടാന്ന് വെച്ചാൽ എന്ത് ധൈര്യത്തിൽ നമ്മൾ ഈ പുഴയിൽ മീൻ ഇറക്കും. കാരണം ഞാൻ ഏകദേശം ഒരു 3000-ഓളം കാളാഞ്ചിന എൻ്റെ പേരിലും പ്രധാനമന്ത്രിയുടെ സ്കീമുണ്ട്, പിന്നെ അല്ലാണ്ട് ഈ കേരള സർക്കാരിൻ്റെ സ്കീമിൽ രണ്ടിലും ഉള്ളതാണ്. അപ്പോൾ 3000-ഓളം കാളാഞ്ചിയാണ് എൻ്റെയും വൈഫിൻ്റെയും പേരിൽ കൂടെ ഉണ്ട് ഇട്ട് വെച്ചത്. പിന്നെ അതേപോലെ തന്നെ ഒരു 2000-ഓളം കരിമീൻ കുഞ്ഞുങ്ങൾ, അതായത് 9 മാസം പ്രായമുള്ളതാണ്. 9ഉം ഒരെണ്ണം ഒരു 11ഉം, അങ്ങനെ 2 ഇതായിട്ടാണ് ഇട്ടേക്കണത്. ഇതിൻ്റെ മുഴുവൻ ബില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഷറീസിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ മീൻ സ്റ്റോക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് കൊടുക്കും. തീറ്റയുടെ ബില്ല് എല്ലാ രേഖകളും ഓൾറെഡി ഉള്ളതാണ്. ഇതിന് ഇവിടുത്തെ അന്വേഷണം ഒന്നും വേണ്ട. ഫിഷറീസിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒറ്റ ഒലിപ്പോക്ക് എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ചായയും കടിയും മാത്രമാണ് ലൈറ്റായിട്ട്, അത് ഗ്യാസ് കയറി ചാണ്ടെന്ന് ഉള്ള ഒരു ഇത് മാത്രം. പിന്നെ നെഞ്ചത്ത് ഒരു കരിങ്കല്ല് എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കരിങ്കല്ല് നമ്മുടെ നെഞ്ചത്തിരുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ മീൻ ചത്തു സമനില തന്നെ ഒരു ബോധവുമില്ല, ഒന്നുമില്ലാത്ത രീതിയാണ്. നമുക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സ് മുഴുവൻ ഈ ഒരു നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട്. കാരണം എനിക്ക് ഇതിന് കൂടിൻ്റെ പേരിൽ KCCയുടെ ലോണുണ്ട് 3,80,000 രൂപ. ഞാനപ്പോൾ അത് നമുക്ക് അടച്ചു തീർക്കണം. പിന്നെ നമ്മൾക്ക് 2ാമത് കുഞ്ഞുങ്ങളെടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു, പിന്നെ നമ്മുടെ ജീവിത ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കുക, ആ ഒരു രീതിയിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്ന് നമ്മളങ്ങോട്ട് അടിച്ച്, അതായത് നമ്മളങ്ങനെ തളർത്തി കളഞ്ഞ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് മത്സ്യക്കുരുതിക്ക് കാരണം. പെരിയാറിലേക്ക് മാരകമായ വിഷം തുറന്നുവിടുന്ന എടയാർ മേഖലയിലെ 24 കമ്പനികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പെരിയാറിനെ മാലിന്യമുക്തമാക്കാം. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 70 വർഷത്തെ നമ്മൾ വ്യവസായ പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മത്സ്യക്കുരുതികൾ ആവർത്തിക്കപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇതിനെ കൺസേൺഡ് ബോഡി എന്ന് പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. അവരിതിനകത്ത് കാണിക്കുന്ന ഏറ്റവും നിസ്സംഗത നിറഞ്ഞ ഇടപെടലുകൾ, നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളാണ് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് പെരിയാറിൻ്റെ കാര്യം തന്നെ എടുത്താൽ, പെരിയാറിൻ്റെ ഇരുകരകളിലുമായി ഏതാണ്ട് 286-ലധികം വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതിനകത്ത് 106 റെഡ് കാറ്റഗറി വ്യവസായങ്ങളാണ്. ഈ 106 റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെരിയാറിനെയും പരിസര പ്രദേശങ്ങളിൽ മലിനീകരിക്കാൻ ശേഷിയുള്ള അതിമാരകമായിട്ടുള്ള പല പദാർത്ഥങ്ങളും കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ എന്നാണ് അർത്ഥം. അതിൽ തന്നെ ഒരു 40ഓളം കമ്പനികൾക്ക് ഡിസ്ചാർജ് പെരിയാറിലേക്ക് വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നിർഗമനങ്ങൾ പെരിയാറിലേക്ക് വിട്ടുകൊണ്ട് അതിനെ മലിനീകരിക്കാൻ ശേഷിയുള്ളതാണ്. അതിനകത്ത് വീണ്ടും ഒന്ന് തിരിച്ചാൽ ഒരു 24 പെരിയാറിനെ മാരകമായി മലിനീകരിക്കാൻ ശേഷിയുള്ള കമ്പനികളാണ്. അപ്പോൾ നമ്മൾക്ക് ഈ 286 കണക്ക് വിട്ട് 106 വന്ന് അത് 40 വീണ്ടും 24 കമ്പനികളെ നിയന്ത്രിച്ചാൽ പെരിയാറിലെ മലിനീകരണം ഒരു 90% പരിഹരിക്കാം. പെരിയാറിനെ മാലിന്യമുക്തമാക്കണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. ഇതിപ്പോൾ കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മാത്രം ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും കുടിക്കുന്ന വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കൂടി ഒരു ആവശ്യമാണ്. കർഷകരുടെ മാത്രം ഒരു ആവശ്യമായിട്ട് ഇത് കാണരുതെന്നാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്. പുഴയിലേക്ക് മാരകമായ രാസമാലിന്യം തള്ളിയവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും മത്സ്യ കർഷകർക്കുണ്ട്. ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു രൂക്ഷമായ ജലമലിനീകരണവും അതിനോട് എന്ന് വെച്ചാൽ മത്സ്യക്കുരുതി ഉണ്ടാക്കി വെച്ച ആരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ, അവർക്കെതിരെ
ശക്തമായ നടപടി ഉണ്ടാകണം. അതുപോലെ ഈ നഷ്ടപ്പെട്ട എല്ലാവർക്കും ന്യായമായ നഷ്ടപരിഹാരം കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. ഇനി മേലാൽ ഒരു കാരണവശാലും അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, ഒരു കുഞ്ഞും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും കുടിക്കുന്ന വെള്ളമാണ് ഈ പെരിയാറിലെ വെള്ളം. ഈ വെള്ളമാണ് മലിനീയമായത്. ഇത് നമുക്ക് ഒരു കാരണവശാലും അനുവദിച്ചെടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ നിലവിൽ എന്തുകൊണ്ടാണോ നമ്മൾ ഇത്രയും പല വർഷങ്ങളായിട്ട് 35-40 വർഷത്തോളമായിട്ട് ഈ പുഴയിൽ മത്സ്യക്കുഴി നടക്കുന്നുണ്ട്. പക്ഷെ അതാരും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല, അതിനെപ്പറ്റി എഫക്റ്റ് അറിയുന്നില്ല. ഈ കൂടുകൃഷി വന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ളൊരു സംഭവ വികാസം ഇവിടെ ഉണ്ടോ എന്നറിഞ്ഞതും ഇത്രയും ജനങ്ങളെ ഏറ്റെടുത്തതും. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളെല്ലാവരും ഇതിനെ പ്രതികരിക്കണം. ഈ കൂടുകൃഷി പ്രോത്സാഹിപ്പിച്ച് ഈ നമ്മളുടെ ഈ പെരിയാറിൽ പാതാളം മണ്ട് വരെ, അല്ലെങ്കിൽ അതിനെ അവരുടെ ജലപാതയാണ്, നാഷണൽ ഹൈവേ ആണ്, നാഷണൽ വാട്ടർ അതോറിറ്റിയുടെ ഹൈവേ ആണ്, ജല അതോറിറ്റി ഹൈവേ ആണ്. പക്ഷെ അതിന്റെ സൈഡിലോട്ട് ഓരോ വീടുകളും പ്രോത്സാഹിപ്പിച്ച് കുഞ്ഞുങ്ങളിട്ട് ഈ കൂടുകൃഷി പ്രോത്സാഹിപ്പിച്ച് ഇതിനെതിരെ പ്രതികരിക്കുക. ഇനി മേലിൽ ഒരു തുള്ളി വെള്ളം ആ കമ്പനിയിൽ നിന്ന് പുറത്തു വിടുമ്പോൾ അവൻ ആലോചിക്കണം, ഈ മീനിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്, മീൻ ചാകാതിരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ള ബോധം അവർക്ക് വേണം. ആ രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. പെരിയാർ നദിയിൽ നിന്ന് പരിശോധനയ്ക്കായി ജലമെടുത്തതിൽ പോലും PCB സത്യസന്ധത പുലർത്തിയില്ലെന്ന ആരോപണവും ഉയരുന്നു. കൃത്രിമമായിട്ടൊരു ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കൂടുതലുണ്ട്. ഇതൊന്നും ഇവർക്കറിയില്ല. അത്രയും ചെയ്തിട്ട് പോലും ചാവണമെങ്കിൽ ഓക്സിജനുകൾ കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റല്ലേ? ഹൈ പോയിസൺ ആണ്. നമ്മുടെ ഒരു സുഹൃത്ത് വായിലൊന്ന് വെള്ളം വെച്ചപ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നമായി പുള്ളിയുടെ, മനസ്സിലായ? ഞാൻ കൂട് മാറ്റാൻ പറഞ്ഞാൽ പുള്ളി വെള്ളത്തിൽ എന്താ പ്രശ്നം എന്ന് വായിൽ വെച്ചപ്പോൾ പുള്ളി തൊണ്ടയ്ക്ക് പ്രശ്നമായി. അപ്പം എങ്ങനെ അബദ്ധത്തിൽ ആരെങ്കിലും ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കേ, ആരും വെള്ളം ഉള്ളിക്കൊള്ളില്ല, പക്ഷെ ആരെങ്കിലും അങ്ങനെ ഇറക്കി കുടിക്കുന്ന അവസ്ഥ ചത്തുപോയതിന്. ആ സമയത്ത് അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് പുഴയിൽ കൂടി വന്നു, ഒരു മനുഷ്യനും ചത്തില്ല, ഒരാൾക്കും ദണ്ണൂല്ല, മനസ്സിലായ? ഇത് എയറിൽ വന്നേച്ചെങ്കിലോ ഇത്രയും രൂക്ഷമായ പോയിസൺ അന്തരീക്ഷത്തിൽ വന്നേച്ച് നമ്മൾ ബാക്കി ഉണ്ടാവുമായിരുന്നു. ആര് ചിന്തിക്കേണ്ടത്? ഇത് ഇത്രയും വലിയ പ്രശ്നമാണ്. ഇത് നാളെ വരായില്ല. ഒരു ദുരന്തം വന്നതിന് ശേഷമാണ് ആളുകൾ ചിന്തിക്കുക. ഇത്ര ഫാക്ടറി ഉള്ളപ്പോൾ നമുക്ക് എന്ത് ഗ്യാരണ്ടി? ഇവിടുത്തെ മനുഷ്യർക്ക് എന്ത് ഗ്യാരണ്ടി? വലിയ പ്രശ്നമാണ്. ഒരു ദുരന്തം വരും, ഭോപ്പാലിലെ പോലെ വലിയ ദുരന്തം വന്നത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ട ലോകം മൊത്തം ഇന്ന് എന്താ പറയുക, പെരിയാർ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അഡ്വാൻസ് ചെയ്യണ്ടേ? സ്കൂൾ പ്രവേശന സമയമായതിനാൽ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിന് പോലും കഴിയാത്ത വിഷമസന്ധിയിലാണ് ഓരോ മത്സ്യ കർഷകരും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നു. ഞാനാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം എടുക്കണം, പിന്നെ ബുക്ക്, ബാഗ്, ഇങ്ങനെ നമുക്ക് 2 പിള്ളേരാണ് എനിക്കുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ദിവസവും കൊച്ചു ചോദിക്കും. അപ്പം ഇന്ന് യൂണിഫോം അല്ലെങ്കിൽ ബാഗ് എടുക്കാൻ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, മോനെ നമുക്ക് എടുക്കാം, നിൽക്കി കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടുമത്സ്യകൃഷി ചെയ്തതുകൊണ്ടാണ് മത്സ്യക്കുരുതിയുടെ ആഘാതം പുറം ലോകം അറിഞ്ഞത്. അതല്ലാതെ വേറൊരു മാർഗ്ഗം ഇതിനകത്തില്ല. ഏത് കമ്പനിയാണ് വിഷം തുറന്നു വരുന്നത്, അവൻ പേടിക്കണം. ഈ വെള്ളം തുറന്നു പോയാൽ, വിട്ടുപോയാൽ ആ മീൻ ചാകും. ആ മീനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് വേണം. അതിന് ഇതിലോട്ട് നമുക്ക് കൊണ്ടുപോകണം. ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്ന കാലമാണ്. ഓരോ മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഒരുപാട് പ്രയത്നിച്ച് അവന്റെ ഉപജീവനം നടത്തി കൊണ്ടുവരുന്ന ഒരു പുഴയാണ് ഈ പെരിയാർ. എല്ലാവർക്കുള്ള നഷ്ടപരിഹാരം ന്യായമായ രീതിയിൽ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാ രീതിയിലും നമ്മൾ ചെയ്യും. ജാതിയോ പാർട്ടിയോ ഭേദമന്യോ ഒന്നുമില്ലാതെ നമ്മളുടെ സംഘടന ഇടപെടണം. ഇതുവരെ ഈ കൂടുകൃഷിയുടെ നിലവിലായിരുന്നില്ല, സർക്കാർ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിവരം ജനങ്ങൾ അറിയുന്നത്. അന്ന് മീൻ ചത്തിരുന്നെങ്കിലും അവിടെ നിന്ന് ആ മീൻ പലരും ചീനവലയിലായാലും ഉറക്കുവലയിലായാലും കോരിയായാലും മീൻ പിടിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് അതിന്റെ ആ ഗുണം അനുഭവിച്ച നാട്ടുകാർ, അതൊരു ആഘോഷമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു കൂടുകളിൽ കിടക്കണ മീനാ. ഇവൻ എങ്ങും അല്ലെങ്കിൽ മീൻ വിഷവെള്ളം വരുമ്പോൾ ഓടിപ്പോകാനും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതില്ല. കൂടുകൾ നമ്മൾ വളർത്തുന്ന മീനുകളാണ്. ഇതിനെ നശിപ്പിച്ചു കളഞ്ഞ. ഇനി ഇവര് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ കൂടുകൃഷി വ്യാപിപ്പിക്കുക. അതാണ് ഇതിനുള്ള ഒരു അവസരം. ഇത് അവസരമല്ല, ഇതിന്റെ പ്രതിവിധി. വേറൊരു ടെസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിയുടെയോ ഒരു ആസമാലയത്തിന്റെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. എവിടെ പെരിയാറിന്റെ തുടക്കം എവിടെയാണോ, അല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്ന് വെള്ളം തുടങ്ങാവുന്നതാണോ, അവിടെയെല്ലാം കൂടുതൽ സേവിക്കുക. അത് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക, ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഈ വിഷമാലിന്യം ഇവിടെ വരില്ല. പെരിയാർ നദിയിൽ രാസമാലിന്യം കലർന്നതോടെ പുഴയിലെ ജലത്തിന്റെ നിറം പാൽ പോലെ ആയിരുന്നു എന്നാണ് മത്സ്യകർഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത്തവണ വന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ പാല് കളറായിട്ടാണ് വെള്ളം വന്നത്. ഇത്രയും ഭാഗത്തെ വെള്ളം ഇത്രയും 10-12 കിലോമീറ്റർ നീട്ടത്തില് വെള്ളം, പുഴയിലെ വെള്ളം പാല് കളറാവണമെങ്കിൽ എന്തോരം സാധനം ഒരിക്കലും ഒഴുക്കി വിട്ടിട്ടുണ്ടാവണം. 2 മണിക്കൂറുള്ളിൽ മീനുകളൊക്കെ ചത്തു. ഒരെണ്ണം പോലും ശേഷിക്കലില്ല.
കൂടുകളൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത്. ഒരെണ്ണത്തിൽ പോലും ഒരു മീനില്ല. ഒരു കൊല്ലം കൊണ്ട് വളർത്തിയ 4000 കാളാഞ്ചി, ഒരു 5000 കരിമീൻ, ഇതൊക്കെയാണ് പോയത്. ഒരു കൊല്ലത്തിൽ ഇതുവരെ ഈ പരുവത്തിൽ വരെ നമുക്ക് കുഞ്ഞിനെ ഇറക്കി ഈ പരുവം ആക്കിയിടണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും കൂടിന് ഒരു 5-6 ലക്ഷം രൂപ മുടക്കുണ്ട്. അത് സംഘങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആ പൈസ നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് ഡയറക്റ്റ് കാണാൻ നമുക്ക് മീൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസ വയ്ക്കുമ്പോൾ അവർ തരും. ഇത് പിടിച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് പൈസയും കൊടുക്കും. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള അവസ്ഥ വരാൻ വെച്ചാൽ ഈ പൈസ അവർ തിരിച്ച് ചോദിക്കും. തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ഉണ്ടാവില്ല കൊടുക്കും. അതൊരു വലിയ അവസ്ഥയായിട്ട് ഇനി മാറും. ഇപ്പോൾ തൽക്കാലം സഡനായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ മീനൊക്കെ പോയിക്കൊണ്ട് അവരിപ്പോൾ തൽക്കാലം ചോദിക്കണില്ല. ഓരോരുത്തർ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതൊരു എത്തുമ്പോഴത്തേക്ക് കിട്ടാത്ത അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോൺ എടുത്താണ് എല്ലാവരും തന്നെ മത്സ്യകൃഷി നടത്തുന്നത്. വിളവെടുപ്പ് സമയമായപ്പോൾ മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങിയത് മത്സ്യകർഷകരെ കടക്കെണിയിലേക്ക് തള്ളിവിട്ടു. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് മത്സ്യകൃഷിയിൽ ലോണും അതുപോലെ തന്നെ ചിട്ടികളും കാര്യങ്ങളൊക്കെ ചേർന്ന് വിളിച്ചെടുത്തവരും കാര്യങ്ങളും ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ തിരിച്ചടക്കുമ്പോൾ എങ്ങനെ തിരിച്ചടക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പം നിലവിൽ എല്ലാ കർഷകരും ആലോചിക്കുന്നത്. തിരിച്ചടക്കണം മാത്രമല്ല, ഇത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം കൂടി അവർ ആലോചിക്കുന്നുണ്ടാവും. അടുത്ത പ്രാവശ്യം ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വരുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്നലെ ന്യൂസ് കണ്ടായിരുന്നല്ലോ, കുണ്ടന്നൂർ മെഡലും ഇതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇനി തുടർന്നുകൊണ്ട് പോകുന്ന കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്. എല്ലാം നഷ്ടമായ മത്സ്യകർഷകരെ സർക്കാർ ചേർത്ത് പിടിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ കർഷകരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരാപ്പുഴ അതിരൂപത അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകരെ കൂടെയുണ്ട് വരാപ്പുഴ അതിരൂപത എന്ന തരത്തില് കർഷകരോട് വരാപ്പുഴ അതിരൂപത അഭിനന്ദ പിതാവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൂടെയുണ്ട്. ഈ ഒരു ആഹ്വാനം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവണം, കൂടെയുണ്ട് എന്നുള്ള തരത്തില്. അപ്പൊ അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഈ നഷ്ടപരിഹാരത്തിനുള്ള പരാതികൾ അതാത് സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലം ചെല്ലുമ്പോൾ അത് സ്വീകരിക്കാനും വേണ്ടുന്ന നടപടികൾ എടുപ്പിക്കുവാനും വേണ്ട ഒരു സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. സാമ്പത്തികമായി നല്ല പണം ചെലവഴിക്കേണ്ട മേഖല കൂടിയാണ് മത്സ്യകൃഷി. അതിനാൽ തന്നെ നഷ്ടമായ മുഴുവൻ തുകയും സർക്കാർ നൽകണമെന്ന ആവശ്യവും മത്സ്യകർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എനിക്ക് 1.60 ലോൺ ഉള്ളത്. അതേപോലെ തന്നെ എല്ലാവരും തന്നെ കോരാമ്പാട സാറിന്റെ ബാങ്ക്, പേള യൂണിയൻ ബാങ്ക്, ഇങ്ങനെ പല ബാങ്കുകളിൽ ഇപ്പൊ ഇത് പുലമ്പള്ളി എന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ബാങ്കുകളിൽ നിന്നാണ് നമുക്ക് ഇത് ലോൺ കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം സർക്കാരിന് ഫിഷറീസിന് അറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ കൃഷി ചെയ്യുന്നതും ഈ നഷ്ടം സംഭവിച്ചതും എല്ലാം അവർക്കറിയാം. അപ്പൊ അവരിലെല്ലാം സമീപിച്ചവർ പറഞ്ഞത് സർക്കാരിൽ നിന്നൊരു അറിയിപ്പ് വരട്ടെ, അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറ്റക്കാര് ആയിട്ടുള്ള നമുക്കറിയാം വിഷം മാലിന്യം ഒഴുക്കിയ കമ്പനികൾ ആരും അവരുടെ ആരുടെയും ഒരു ഇത് വന്നിട്ടില്ല. അവരുടെ കുറ്റം കണ്ടുപിടിച്ച് അത് തെളിയിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നൊരു സഹായം കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് എല്ലാവരും നിലകൊള്ളേണ്ടത്. ഞങ്ങളോടൊപ്പം നിലകൊള്ളണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കുറ്റക്കാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കുകയും അതേപോലെ തന്നെ തുടർന്നും ഈ കൃഷി നല്ല രീതിയിൽ നടത്തി ഒരു മത്സ്യകർഷകർക്ക് ഒരു ഉപജീവന മാർഗമായി തീരാനുള്ള ഒരു സഹായവും അതിന്റെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം. മനുഷ്യനിർമ്മിതമായ ഈ ദുരന്തത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യവും മത്സ്യകർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ മനുഷ്യനിർമ്മിതി തന്നെയാണ്. പക്ഷെ ഇത് ശരിക്കും അത് ഉൾക്കൊള്ളിക്കേണ്ടത് രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്ക് കൂട്ടണം. എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ഒരു ജനത കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന വെള്ളവും മീനുകളെയാണ് ഇല്ലാണ്ടാക്കിയത്. ഇവിടുത്തെ കോടതിയൊന്നും ഇതിൽ ഇടപെടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ലോക കോടതി ഇടപെട്ട് ഇതിനുള്ള കാര്യങ്ങളുണ്ടാകും. ഇവിടുത്തെ കോടതിയിലൊന്നും ഇതിപ്പോൾ അവിടെ എന്തിനും ചെയ്യും, കോടതിയിൽ ഉത്തരവിടും, ആരും നടപ്പാക്കില്ല. അത് പേപ്പറിൽ ഒതുങ്ങി അവിടെ കിടക്കും. ഇഷ്ടംപോലെ ഉത്തരവുകൾ വന്നിട്ടുണ്ട്. പുഴയിൽ നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വീട് പണിതപ്പോഴും ഒരു വെള്ളത്തിൻ്റെ കുഴലെടുത്ത് പുഴയിലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആളൊന്നും എടുത്തുകൊണ്ട് ഇല്ലേ. പിന്നെ ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വന്ന് ഫൈൻ എഴുതി തരും. ഇതുമുന്നോട്ട് മാത്രം ആരും നോക്കാത്തതെന്താണ്? മനുഷ്യന്മാരും നോക്കണില്ല. മത്സ്യക്കുരുതിയിൽ നഷ്ടം സംഭവിച്ച മത്സ്യകർഷകർക്ക് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം സമൂഹത്തിൽ ഉയരുന്നു.
ഈ ആക്ഷൻ കൗൺസിൽ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യം ഏറ്റവും വേഗത്തിൽ മത്സ്യക്കുരുതി നടന്ന സ്ഥലത്തുള്ള മത്സ്യ കർഷകർക്ക് ഉണ്ടായ നഷ്ടങ്ങൾ, അതിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത ശേഷം അതിന് ഗവൺമെന്റിൽ നിന്നും ഒരു പ്രതിവിധി ഉണ്ടാക്കുക, നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുക. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ കൗൺസിൽ കൊണ്ട് ഉദ്ദേശം വയ്ക്കുന്നത്. അതോടുകൂടി തന്നെ കണക്ട് ചെയ്ത് ഇനിയൊരു മത്സ്യക്കുരുതി മാത്രമല്ല, പെരിയാറിനെ മലിനമാക്കുന്ന തരത്തിൽ, കുടിവെള്ള സ്രോതസ്സായ പെരിയാറിനെ നശിപ്പിക്കുന്ന തരത്തിൽ ഇനിയൊരു പ്രവൃത്തി ഒരിടത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നാണ് ഈ സമിതിയുടെ, ഈ കൗൺസിലിന്റെ ലക്ഷ്യം. എടയാർ മേഖലയിലെ കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യം ഈ പ്രദേശത്തെ കുടിവെള്ളത്തെ പോലും മലീമസമാക്കുന്നു. കാരണം ഈ രാസമാലിന്യം 40 വർഷമായിട്ട് ഈ കടുങ്ങല്ലൂർ പഞ്ചായത്ത്, ഏലൂർ മുനിസിപ്പാലിറ്റി മേഖലകളിലുള്ള കിണറുകളിലെ വെള്ളം ടെസ്റ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് ബോധ്യമാകും. മത്സ്യ കർഷകരുടെ നാശമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് നമുക്കൊരു ഇത് നമുക്ക് നമ്മളെ കാണിച്ചു തന്നതാണ്. ഭാവിയിൽ കാസർഗോഡ് എല്ലാ എൻഡോസൾഫാൻ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ പോലെ നമ്മളും ദുരിതത്തിലാകും എന്ന് നമ്മുടെ നേർക്കണ്ണിൽ കാണിച്ചു തന്നാണ്. പ്രതികരിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അടുത്തൊരു തലമുറ വികലമായ ജന്മം 3 മാസവും 4 മാസവും ഒക്കെ കഴിയുമ്പോൾ അബോർട്ടാവുന്ന നമ്മളുടെ കുടുംബത്തിലെ സ്ത്രീകളും അവരുടെ ഗർഭസ്ഥ അവസ്ഥയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുകൂടാതെ മാസം തികയാതെ പ്രസവിക്കുക, ഇനി പ്രസവം കഴിഞ്ഞാൽ തന്നെ അംഗവൈകല്യത്തോടു കൂടി കുട്ടികൾ ജനിക്കുക, ഇതൊരു ദുരന്തമാണ്. ഈ ദുരന്തം വരാനായിട്ട് വലിയ കാലതാമസമൊന്നുമില്ല. ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഈ കടുങ്ങല്ലൂർ പഞ്ചായത്ത്, ഏലൂർ മുനിസിപ്പാലിറ്റിയൊക്കെ ഒരു ഡേഞ്ചർ സോണിലോട്ട് മാറും. പെരിയാറിലെ രാസമാലിന്യം നിറഞ്ഞ ജലം എവിടെയെല്ലാം ഒഴുകിയെത്തിയോ അവിടെയെല്ലാം വിഷം ഒഴുകിയെത്തിയെന്നാണ് കർഷകർ പറയുന്നത്. പെരിയാറിലെ വെള്ളം നമ്മുടെ എവിടേക്ക് ഒഴുകി ചെല്ലാൻ പറ്റൂ അവിടെ എല്ലാം വിഷം ഒഴുകി ചെന്നു. ഇപ്പം നമ്മുടെ പൊക്കളിപ്പാടശേഖരങ്ങളുണ്ട്. എറണാകുളം ജില്ലയ്ക്കകത്ത് 16 ഏക്കറോളം പൊക്കളിപ്പാടശേഖരങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ എല്ലായിടത്തേക്കും ഈ വെള്ളം സ്പ്രെഡായി. അവിടെയൊക്കെ ഒട്ടനവധി നാശങ്ങൾ ഉണ്ടായിട്ടില്ലേ. നമ്മളിപ്പോൾ ഇവർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന 10,000 കോടി രൂപയുടെ എന്നൊക്കെ പറയുന്നില്ലേ, അതൊന്നുമല്ല, അതിനപ്പുറത്താണ്. 10 കോടി രൂപ, 10 കോടിയാണ് പറഞ്ഞത് അവര്. പക്ഷെ അതൊന്നുമല്ല, വലുതാണ് ഇതിന്റെ. അത് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. മത്സ്യ കർഷകർ ലോൺ എടുത്തും കടം വാങ്ങിയും കൃഷി ചെയ്ത പണമാണ് വെള്ളത്തിൽ നഷ്ടമായത്. അതിനാൽ സർക്കാർ എല്ലാ സഹായവും ഉടൻ നൽകണമെന്ന ആവശ്യമാണ് ശക്തമായി കേൾക്കുന്നത്. നമ്മളുടെ കർഷകര് ഒരുപാട് തുകകൾ പലതും ബാങ്കിൽ നിന്നും വലിയ വലിയ ലോണുകൾ എടുത്ത് വിവാഹം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന തുകകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള തുകകളെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ നല്ലൊരു വിളവെടുപ്പിന് വേണ്ടി നോക്കി നിൽക്കുമ്പോഴാണ് ഈ വലിയ ഒരു മത്സ്യക്കുരുതി നടന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം മാത്രമല്ല, അടുത്ത തലത്തിൽ അവർക്ക് വിളവിറക്കാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നതിലും അപ്പുറമാണ് കർഷകർക്കുണ്ടായ നഷ്ടമെന്നും കർഷകർ വ്യക്തമാക്കുന്നു. കൂട് മത്സ്യ കൃഷി മാത്രമല്ല അവർ പറഞ്ഞത്, അവർ 10 കോടി പറഞ്ഞ് മൊത്തത്തിലാണ് പറഞ്ഞത്. പക്ഷേ കൂട് മത്സ്യ കർഷകർക്ക് മാത്രം ഈ വരാപ്പുഴ പഞ്ചായത്തിൽ തന്നെ ഒരു 5 കോടി അടുത്ത് വരും. കാരണം 38 കർഷകരെ 100ഓളം കൂടുതലുണ്ട് ഇവിടെ തന്നെ. ഒരു കൂട്ടിൽ ഒരു 5 ലക്ഷം രൂപത്തോളം വരും. അപ്പോൾ തന്നെ കണക്കാക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ 4 പഞ്ചായത്തിലുണ്ട്. വരാപ്പുഴ, ചെരാലൂർ, കടമക്കുടി, കോട്ടുള്ളി, ഈ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോട്ടുള്ളിയിൽ അങ്ങ് അറ്റത്ത് ഇത് എഫക്ട് ചെയ്തില്ലെങ്കിൽ പോലും അവിടുത്തെ മത്സ്യങ്ങൾ വളർച്ചയെ ഇത് ബാധിക്കും. മനസ്സിലായി. അങ്ങനെ കുറേ ഉണ്ട് പ്രശ്നങ്ങൾ. ഇപ്പം മുട്ടയിട്ട് മൺസൂൺ കാലമാണ്. മത്സ്യങ്ങളൊക്കെ പുഴയിലൊക്കെ മുട്ടയിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ആ മുട്ടകളടക്കം ഇല്ലാണ്ടായി പോകും. ഇപ്പം ഇവിടെ ഇതിൽ വേറൊരു കാര്യം ആളുകൾ ശ്രദ്ധിക്കാതെ പോയ വേറൊരു കാര്യമുണ്ട്. ഈ മത്സ്യങ്ങൾ ചത്തുപോയി, ഓക്കെ, പക്ഷെ ഇവർക്ക് തീറ്റ കൊടുക്കുന്ന കുറേ ചെറു മത്സ്യങ്ങൾ പുഴയ്ക്കകത്തുണ്ട്. ട്രാഷ് ഫിഷാണ് കൊടുക്കുന്നത്. ചെറിയ മത്സ്യങ്ങൾ, ഭക്ഷ്യവുമില്ലാത്ത മത്സ്യങ്ങളൊക്കെ ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. അതടക്കം പുഴയില്ലാണ്ടായി പോയി. ഭാവിയിലേക്കും ഇത് വലിയ ദുരന്തം. ഈ കൂട് മത്സ്യങ്ങൾ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള തീറ്റ കൊടുക്കാനുള്ള ചെറു മത്സ്യങ്ങൾ ഇല്ലാണ്ടായി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് പുഴയ്ക്കകത്ത് 50ഓളം തന്നെ മത്സ്യങ്ങളുണ്ട്, അവരടക്കം ഇല്ലാണ്ടായി പോയി. ഇതെല്ലാം ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നിധിയാണ് ശരിക്കും മത്സ്യസമ്പത്ത്. പെരുകുന്ന നിധി ലോകത്തില്ല, പ്രപഞ്ചത്തിൽ ഇത്ര വലിയ നിധിയില്ല എന്നുള്ളതാണ്. അതൊന്നും ആ രീതിയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നില്ലാരും. ഏലൂർ മേഖലയിൽ വരും തലമുറയ്ക്ക് സ്വൈര്യമായി ജീവിക്കാൻ ക്രമീകരണം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. 40 വർഷത്തോളമായി രാസമാലിന്യം യഥേഷ്ടം പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നു. അതിനൊരു ശാശ്വതമായ പരിഹാരമാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. വളരെ വ്യാപകമായിട്ട് തന്നെ
കെമിക്കലുകൾ പുഴയിലേക്ക് പെരിയാറിൻ്റെ പുഴയിലേക്ക് തന്നെ ഈ കെമിക്കലുകൾ യഥേഷ്ടം തള്ളിവിടുകയാണ്. അത് നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ പെരിയാറിനെ രക്ഷിക്കാനായിട്ട് ഈ 40 വർഷമായിട്ടും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതല്ലാതെ അവർ സംസാരിച്ചവിടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനൊരു ശാശ്വത പരിഹാരം വേണ്ടത് എടയാർ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് ഒരു റിംഗ് റോഡ് സ്ഥാപിക്കണം. ആ റിംഗ് റോഡ് ഏകദേശം ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഫെൻസിങ്ങും വരണം. അവിടെ CCTV ക്യാമറകളുണ്ടാവണം. അവിടുത്തെ ലോക്കൽ ബോഡി ആയിരിക്കണം ഇതിൻ്റെ വാച്ച് ആൻഡ് മറ്റ് സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ ലോക്കൽ സിസ്റ്റമായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കിയാൽ ശാശ്വതമായൊരു പരിഹാരമുണ്ടാകും. പെരിയാറിനെ മാലിന്യമുക്തമാക്കാൻ എടയാർ മേഖലയിലെ കമ്പനികളിൽ സീറോ ഡിസ്ചാർജ് സംവിധാനം കൊണ്ടുവരണം. ഞങ്ങൾ 2000 മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പെരിയാറിൻ്റെ ഇരുകരകളിലുമുള്ള കമ്പനികൾ സീറോ ഡിസ്ചാർജ് വേണം. അത് സുപ്രീം കോടതി ഹൈ പവർ കമ്മിറ്റി ഇവിടെ വരികയും സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് 2005 പ്രഖ്യാപിക്കുന്നത്. 2009 മുമ്പായിട്ട് എല്ലാ കമ്പനികളും ശൂന്യം നൽകാൻ അല്ലെങ്കിൽ സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്ന്. 2009 കഴിഞ്ഞു, 2005 പ്രഖ്യാപിച്ച് 20 കൊല്ലമായി, ഒന്നും നടന്നില്ല. ഏറ്റവും അവസാനം ഞങ്ങളുടെ ഒരു 15 കൊല്ലത്തെ ജുഡീഷ്യൽ പ്രോസസ്സ്, അതായത് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ 2022 NGT പറഞ്ഞു, അവരുടെ പ്രിൻസിപ്പൽ ബെഞ്ചിൻ്റെ ഫൈനൽ വെർഡിക്റ്റിൽ അന്തിമ വിധിയിൽ പറഞ്ഞു 2022 മെയ് 27 അന്തിമ വിധി തന്നെ 2021 മെയ് 27 മുമ്പായിട്ട് എല്ലാ കമ്പനികളും സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്ന്. 2021 മെയ് 27 കഴിഞ്ഞു, 2027 മെയ് 27 നോക്കണേ, 2 കൊല്ലമായി. ഒരു പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവ് വന്നിട്ട് 20 വീണ്ടും 2 കൊല്ലവും കൂടി കഴിഞ്ഞു, നടപ്പായില്ല. ആരുടെ ഉത്തരവാദിത്വമാണ്? ഒന്ന് സർക്കാരിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വ്യവസായ മന്ത്രി ഓടി നടന്നിട്ട് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സംരംഭങ്ങൾ നല്ലതാണ്, തൊഴിൽ സാധ്യത വർദ്ധിക്കും, ഒക്കെ ചെയ്യും. നമ്മുടെ റവന്യൂ കൂടും, GDP കൂടും, ഒക്കെ നല്ലതാണ്, ഒരു തർക്കമില്ല എനിക്ക്. പക്ഷേ ആ സംരംഭങ്ങൾ നിലനിർത്തുക, പാരിസ്ഥിതിക ഘടനയോട് നീതി പുലർത്തിക്കൊണ്ട് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഏലൂർ എടയാറിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് പതിറ്റാണ്ടുകളായി നടക്കുന്ന കാര്യമാണ്. എന്നിട്ടും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ നടപടികൾ സ്വീകരിക്കാത്തതിലാണ് നാട്ടുകാർക്ക് ആശ്ചര്യം. ഇത്തരം മത്സ്യക്കുരുതി ഇനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കണം. മത്സ്യനാശത്തെ തുടർന്ന് നഷ്ടം സംഭവിച്ച മത്സ്യകർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകേണ്ടതാണ്. പെരിയാറിനെ മാലിന്യമുക്തമാക്കേണ്ടത് മത്സ്യകർഷകരുടെ ആവശ്യം മാത്രമല്ല, അത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ആവശ്യം കൂടിയാണ്.